അതെ, ശരത്തിനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേക്ക് ശരത്തിന്റെ കൂടെ ഇല്ലാത്തത് നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ എനിക്കങ്ങ് ദൂരെ എന്ന് വെച്ചാൽ ദൂരെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു ടാസ്ക് ആണ്. എന്റെ കസിൻ സിസ്റ്റർ അമ്പിളി തന്ന ഒരു ടാസ്ക്. അമ്പിളിയുടെ ഹസ്ബൻഡ് ശരത്തിയേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ബർത്ത്ഡേക്ക് ഓൾമോസ്റ്റ് ഒരു മാസം മുന്നേ തൊട്ട് തന്നെ ഞങ്ങൾ പ്ലാനിങ് ഒക്കെ തുടങ്ങി. ഗിഫ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പ്രോപ്പർ ആയിട്ട് ഒരു ഐഡിയ അമ്പിളിക്കുണ്ടായിരുന്നു. ഈ ഫീൽഡിൽ യാതൊരു മുൻപരിചയം ഇല്ലാത്ത എന്നെ തന്നെ ഈ ഒരു ടാസ്ക് ഏൽപ്പിച്ചതിന് അമ്പിളിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. അപ്പൊ ആദ്യം നമുക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാം. ഈ ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കായംകുളത്തുള്ള ബേക്കേഴ്സ് ക്രാഫ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. നിങ്ങൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഷോപ്പ് മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ അഫോർഡബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടും. ഈ ബോക്സിന്റെ 4 സൈഡിലും ഇതുപോലത്തെ ചെറിയ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതൊട്ടിക്കുമ്പം ഇതൊരു ബോക്സ് ആയിട്ട് കിട്ടും. ഈ ടേപ്പൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ നല്ലപോലെ ഒട്ടിയിരിക്കുന്നില്ലായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട് ഞാൻ ഓൾറെഡി ഒരു ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ഇത് ഇളകി വരുമോ എന്ന് പേടിക്കേണ്ട. ബോക്സ് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കാം. അതിനൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടെ ചെറുതായിട്ട് മടക്കിയിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പൊ ഷർട്ടും ഒക്കെ ആയി. ഇനി കുറച്ച് പെർഫ്യൂം വെച്ച് കൊടുക്കാം. മയോപ്പി ബ്രാൻഡിന്റെ 3 പെർഫ്യൂം ആയിരുന്നു പർച്ചേസ് ചെയ്തത്. ഇതെങ്ങനെ ബോക്സിൽ വെക്കണമെന്നായിരുന്നു ആകെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ. ആദ്യം കരുതി ബോക്സിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇങ്ങനെ ബോട്ടിൽ കാണുന്ന രീതിയിൽ വെക്കാന്ന്. പിന്നെ വിചാരിച്ചു ആ പാക്കേജിനുള്ളിൽ തന്നെ വെക്കാന്ന്. പിന്നെ നോക്കിയപ്പോൾ വിചാരിച്ചു പെർഫ്യൂം സെറ്റായിട്ട് വന്ന ആ വലിയൊരു ബോക്സ് ഉണ്ടല്ലോ അതിൽ തന്നെ വെക്കാന്ന്. പക്ഷെ അതിനുള്ള സ്പേസ് ഈ ബോക്സിൽ ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ആ ചെറിയ പാക്കേജിൽ തന്നെ ആക്കി വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പതേ അടുത്ത പ്രശ്നം, പെർഫ്യൂം ഇങ്ങനെ വെച്ചപ്പോൾ അങ്ങ് താന്നുപോയി. പിന്നെ കുറച്ച് തെർമോകോൾ എടുത്ത് ഒരു ബേസ് ഒക്കെ സെറ്റ് ആക്കി. എന്നിട്ട് അതിന് മുകളിലോട്ട് പെർഫ്യൂം വെച്ചു. പെർഫ്യൂം വെച്ച് കഴിഞ്ഞപ്പം വീണ്ടും കുറെ സ്പേസ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു. അവിടെ പിന്നെ ഒരു വിഷ് കാർഡ് വെക്കാന്ന് വെച്ചു. അത് മാത്രമായിട്ടിരുന്നപ്പോൾ ഒരു സുഖമില്ല. അപ്പൊ പിന്നെ ഒരു കിക്കാറ്റ് കൂടി അങ്ങ് വെച്ചു. കുറച്ച് സെന്റർ റോസ് ഫ്ലവേഴ്സ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതുകൂടെ വെച്ച് കൊടുത്ത ഹാമ്പർ സെറ്റായി. ഫ്ലവർ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രീൻ കളർ വരുന്ന ഫ്ലോറൽ ഫോം ബ്ലോക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അതിന്റെ ഈ ചെറിയ പൊടിയൊക്കെ ബാക്കി സാധനങ്ങളിൽ പറ്റിപ്പിടിക്കും. ഇനി ഒരു ഫോട്ടോ ഫ്രെയിം കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. ഈ ഫോട്ടോ ഫ്രെയിം എനിക്ക് ചെയ്തു തന്നത് എൻ്റെ ഫ്രണ്ട് അനുപമയാണ്. അവളുടെ മുദ്ര എന്ന് പറഞ്ഞൊരു സ്റ്റോർ ഉണ്ട്. ഇൻസ്റ്റ ഐഡി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യണേ. എനിക്കാണെങ്കിൽ ഈ ഫോട്ടോസിലൊക്കെ കുറേ എഡിറ്റിംഗ് ഒക്കെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോസൊക്കെ വൃത്തിയാക്കി എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം എനിക്ക് അവൾ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഹാമ്പർ ബോക്സ് സെറ്റായി. ഇതിൻ്റെ കൂടെ ഒരു കേക്കും ബൊക്കയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ ഫ്ലവർ ബൊക്കയ്ക്ക് പകരം പെട്ടെന്ന് പന്നലാവാത്ത ടൈപ്പ് ബൊക്കെ വല്ലതും സെറ്റ് ചെയ്താൽ മതിയെന്ന് അമ്പിളി പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പൈപ്പ് ക്ലീനർ ബൊക്കയായിരുന്നു. ഈ ബൊക്കയും കേക്കും എനിക്ക് ചെയ്തു തന്നത് കേക്ക് ഹബ്ബ് എന്ന് പറഞ്ഞൊരു പേജാണേ. കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ബൊക്കയും നല്ല ടേസ്റ്റുള്ള കേക്കുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൊണ്ട് ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോയി. താങ്ക് യു. മുമ്പേ താങ്ക് യു ഫോർ യുവർ എഫേർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ താങ്ക് യു ഉള്ളൂ. നിങ്ങളുടെ എഫേർട്ടല്ലേ. 8-9 വർഷത്തെ പ്രണയത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 വർഷത്തോളമായി. ഇതിനിടയിൽ ആദ്യമായിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വേറൊരു ഫാമിലിയിൽ നിന്ന് വന്ന് നമ്മുടെ ഫാമിലിയിൽ ഉള്ളവരെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരാളുണ്ടാകും. എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരാളാണ് ഈ അമ്പിളി. അന്നും ഇന്നും ഞാൻ എന്തെങ്കിലും പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ പോയാൽ ഫുൾ സപ്പോർട്ട് തരുന്ന ഒരാളാണ് ഇത്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.